നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. കുട്ടംകുളം സമര ചരിത്രത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും വിരളി പിടിപ്പിക്കുന്നതുകൊണ്ടാണ് ഇതുവരെയും തീരുമാനിച്ചിട്ടില്ലാത്തതും നിർമ്മിച്ചിട്ടില്ലാത്തതുമായ കുട്ടംകുളം സ്മാരകത്തെക്കുറിച്ച് എതിർപ്പുയർത്തുന്നതിന് പുറകിലെന്ന CPIM ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. കാലപ്പഴക്കത്താൽ തകർന്നു വീണ കുട്ടംകുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ ഇടപെടലിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ 4 കോടി രൂപ അനുവദിച്ചത്. നിരവധി തവണ ടെൻഡർ നടപടികൾ നടത്തിയിട്ടും ആരും ഏറ്റെടുക്കാത്ത സാഹചര്യത്തിലാണ് 4.85 കോടി രൂപയ്ക്ക് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നിർമ്മാണം ഏറ്റെടുത്തത്. കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് മുൻപായി കുട്ടംകുളത്തിന്റെ തെക്കുവശത്തുള്ള റോഡിലൂടെ ഗതാഗതം സാധ്യമാകുന്ന തരത്തിൽ വീതി വർദ്ധിപ്പിച്ച് നിർമ്മാണം പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി കോൺഗ്രസും BJPയും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുനിസിപ്പൽ ഭരണവും പുതിയ വിവാദം ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നതെന്ന് CPIM ആരോപിച്ചു. ഇക്കാര്യത്തിൽ പൊതുമരാമത്ത് വകുപ്പ് തന്നെ യഥാർത്ഥ വസ്തുതകളെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളതാണ്. അയിത്തവും തൊട്ടുകൂടായ്മയും അരങ്ങു വാഴുന്നതിനെതിരായി അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും SNDPയും KPMSും ചേർന്ന് നടത്തിയ പ്രക്ഷോഭ സമരത്തെ കടുത്ത മർദ്ദനമുറകൾ കൊണ്ടാണ് അന്നത്തെ ഭരണകൂടം നേരിട്ടത്. അന്നത്തെ ഫ്യൂഡൽ ഭരണകൂടത്തിന്റെ സംരക്ഷകരായിരുന്നു കോൺഗ്രസും RSSും. അന്നത്തെ ഇടുങ്ങിയ മാനസികാവസ്ഥയിൽ നിന്നും മാറ്റം വന്നിട്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് ഇക്കൂട്ടരുടെ പ്രസ്താവനകൾ. കുട്ടംകുളം സമരത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും ഇക്കൂട്ടരെ വിരളി പിടിപ്പിക്കുന്നുണ്ട്. കേരളീയ സാമൂഹ്യ ചരിത്രത്തിൽ ഇരിങ്ങാലക്കുടയിലെ നവോത്ഥാന പോരാളികൾ അവരുടെ ഹൃദയരക്തം കൊണ്ട് അടയാളപ്പെടുത്തിയ ഈ നാടിന്റെ നവോത്ഥാന പോരാട്ടത്തിന് ഏറ്റവും അടിയന്തരമായി ഉചിതമായ സ്മാരകം നിർമ്മിക്കണമെന്നും രാഷ്ട്രീയ പ്രേരിതമായി പിന്നോക്ക പട്ടികജാതി വിഭാഗങ്ങളുടെ ആത്മാഭിമാനം ചോദ്യം ചെയ്യുന്ന കോൺഗ്രസ് BJP രാഷ്ട്രീയ കൂട്ടുകെട്ടിന്റെ ചരിത്ര വിരുദ്ധ നിലപാടിനെ തള്ളിക്കളയണമെന്നും CPIM ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ഏത് സമയവും തകർന്നു വീഴാവുന്ന അവസ്ഥയിൽ കച്ചേരി വളപ്പിലെ പഴയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഇരിങ്ങാലക്കുട 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ പ്രവർത്തനം മാറ്റുന്നു. ഇരിങ്ങാലക്കുട മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന റെക്കോർഡ് മുറിയിലേക്ക് കോടതി മാറ്റാൻ ഹൈക്കോടതി അനുമതി നൽകി. സിവിൽ സ്റ്റേഷനിലെ 2ാം നിലയിൽ മുൻസിഫ് കോടതിക്ക് സമീപം കോടതി പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായതും ഇപ്പോൾ റെക്കോർഡ് മുറിയായി പ്രവർത്തിക്കുന്ന മുറി കോടതിക്കായി ഉപയോഗിക്കാമെന്ന് കാണിച്ച് ഇരിങ്ങാലക്കുട ബാർ അസോസിയേഷൻ സമർപ്പിച്ച റിപ്പോർട്ട് അംഗീകരിച്ചാണ് ഹൈക്കോടതി കോടതി മാറ്റാൻ അനുമതി നൽകിയത്. പഴയകാല റെക്കോർഡുകളാണ് ഈ മുറിയിൽ സൂക്ഷിച്ചിട്ടുള്ളത്. സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ നിർമ്മാണം പൂർത്തിയായി വരുന്ന കോർട്ട് കോംപ്ലക്സിലെ പുതിയ റെക്കോർഡ് മുറിയിലേക്ക് ഈ മുറിയിൽ നിന്നുള്ള റെക്കോർഡുകൾ മാറ്റിയ ശേഷം അവിടെ വൃത്തിയാക്കി കോടതിയുടെ പ്രവർത്തനം ആരംഭിക്കും. റെക്കോർഡ് റൂമിനോടനുബന്ധിച്ച് പ്രവർത്തിച്ചിരുന്ന മീഡിയേഷൻ സബ് സെന്ററിന്റെ പ്രവർത്തനങ്ങളും താൽക്കാലികമായി മറ്റൊരിടത്തേക്ക് മാറ്റും. നേരത്തെ കോടതിക്കായി ഒരുക്കിയ മുറിയായതിനാൽ ചേംബറടക്കം എല്ലാ സൗകര്യങ്ങളും റെക്കോർഡ് റൂമിലുണ്ട്. 175 കൊല്ലം പഴക്കമുള്ളതും അറ്റകുറ്റപ്പണികളൊന്നും നടത്താതെ ജീർണാവസ്ഥയിലും ഏറെ അപകടകരമായ രീതിയിൽ നിൽക്കുന്ന കെട്ടിടത്തിലെ ഇരിങ്ങാലക്കുട 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ പ്രവർത്തനം അടിയന്തരമായി മറ്റൊരിടത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ജെയിംസ് അവറാൻ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകിയിരുന്നു. ഇതിൽ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ ജില്ലാ ഭരണകൂടത്തോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇരിങ്ങാലക്കുട വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ പുതിയ സ്ഥലം കണ്ടെത്തി തഹസിൽദാർ വഴി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിനിടയിലാണ് ബാർ അസോസിയേഷൻ നേരിട്ട് ഈ സ്ഥലം ഉപയോഗിക്കാമെന്ന് കാണിച്ച് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയത്. പ്രതാപ് സിംഗ് മ്യൂസിക് ലവേഴ്സ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നവതി ആഘോഷിക്കുന്ന പ്രതാപ് സിംഗിനെ ആദരിച്ചു. ഇരിങ്ങാലക്കുട നക്കര ഹാളിൽ ചേർന്ന അനുമോദന സമ്മേളനത്തിൽ റിട്ടയേർഡ് ജില്ലാ ജഡ്ജ് K. വിജയകുമാർ പ്രതാപ് സിംഗിനെ ആദരിച്ചു. പ്രസിഡന്റ് ഹസൻ കോയ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് ജേച്ചിറ്റിലപ്പള്ളി, MP സുരേന്ദ്രൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. സുരേഷ് കുമാർ UK, PK ഭരതൻ മാസ്റ്റർ, രാജേഷ് തെക്കിനിയത്ത്, പരശുറാം,
സുനിൽ PN, ആന്റണി കൈതാരത്ത്, മനീഷ് അരീക്കാട്, ഇരിങ്ങാലക്കുട ബാബുരാജ് എന്നിവർ ആശംസകൾ നേർന്നു. സെക്രട്ടറി ഗോപാലൻ തമ്പി സ്വാഗതവും KR സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു. വളരെ സ്നേഹപൂർണമായ വാത്സല്യമാണ്, ഒരു പിതൃതുല്യമായ വാത്സല്യമാണ് പ്രതാപ് സിംഗ് സാറിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് ഏറെ സന്തോഷത്തോടും ആദരവോടും കൂടി ഞാനിവിടെ പങ്കുവെക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നാടക ഗാനങ്ങളിൽ നിന്നാണ് പ്രതാപ് സിംഗ് സാർ സംഗീതത്തോടുള്ള യാത്ര, സംഗീതത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് തന്നെ. ഒരുപക്ഷെ അദ്ദേഹം സംഗീതം പഠിച്ച ഒരാളാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പഠിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. പഠിച്ചിട്ടില്ല. പക്ഷേ സംഗീതം പഠിച്ച അല്ലെങ്കിൽ സംഗീതം നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബ പശ്ചാത്തലം, പ്രത്യേകിച്ച് മാതാവായിട്ടുള്ള അമ്മ സംഗീത ടീച്ചറായിരുന്നു. ആ പശ്ചാത്തലമായിരിക്കാം സംഗീത ലോകത്തിലേക്ക് അദ്ദേഹത്തെ കാലെടുത്ത് വെക്കാൻ പ്രേരിപ്പിച്ചത് എന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം പാടുന്ന സംഗീതവും അദ്ദേഹം എഴുതിയ വാക്കുകളെ ഒക്കെ മുൻനിർത്തി വേണമെങ്കിൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ വളരെ അനർഘങ്ങളായിട്ടുള്ള, നമുക്ക് കിട്ടിയിട്ടുള്ള മൂല്യങ്ങളായിട്ടുള്ള സംഭാവനകളാണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു വയ്ക്കാമെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ നിമിഷം വരെ വിലമതിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എന്നോടും നിങ്ങളോടും ഒക്കെയുള്ള ആ സൗഹൃദമാണ്, ആ സ്നേഹമാണ്. അതിനേക്കാൾ അമൂല്യമായ മറ്റൊന്നും തന്നെ ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാക്കാതുരുത്തി കാളിമലർക്കാവ് ക്ഷേത്രത്തിൽ മേടഭരണി ആനന്ദോത്സവത്തോടനുബന്ധിച്ച് ഘോഷയാത്ര നടന്നു. എടതിരിഞ്ഞി HDP സമാജം സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര കാളിമലർക്കാവ് ക്ഷേത്രത്തിൽ സമാപിച്ചു. ദേവിയുടെ തൊട്ടുപിറകിൽ, തേരിന്റെ തൊട്ടുപിറകിലായി ചെണ്ടമേളമാണ്. എല്ലാ വളണ്ടിയേഴ്സും ശ്രദ്ധിക്കണം. നാദസ്വരത്തിൽ गणाध्यक्षाय धीमहि गुणशरीराय गुणमण्डिताय गुणेशानाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि Yes,
ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.